ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നമ്മുടെ ആലിയ ഭട്ട് ഫേമസ് ആക്കിയിട്ടുള്ള മിൽക്ക് കേക്ക് ട്രൈ ചെയ്യാണ് കേട്ടോ. കഫേ ലെറ്റോന്ന് ഞാനിത് കഴിച്ചിട്ടില്ല, പക്ഷെ ഞാൻ വേറെ ഷോപ്സിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് അന്ന് കഴിച്ചപ്പോഴേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കേക്കാണ്, അപ്പോൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് ആ 1 ടേബിൾ സ്പൂൺ മൈദയ്ക്ക് പകരമായിട്ട് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ചേർത്ത് കൊടുത്തു. നല്ലൊരു ടേസ്റ്റ് കിട്ടാനും മാത്രമല്ല കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂണാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് 2 പ്രാവശ്യം ഇട്ടത് കേട്ടോ. പിന്നെ ഞാൻ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടു, പിന്നെ ഉപ്പിട്ടു, ഒരു 2 നുള്ളു ഉപ്പിട്ടിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 വട്ടം അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കുറേ പ്രാവശ്യം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. അതിനുശേഷം നമുക്കിനി വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. മുട്ട ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രമൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ മുട്ട നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടില്ല. ഞാനിവിടെ ഒരു ഇതുപോലത്തെ ഹാൻഡ് ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മിക്സിയോ അല്ലെങ്കിൽ സാധാരണ വിസ്കൊക്കെ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിതിലോട്ടേക്ക് കുറച്ച് വാനില എസൻസും അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും, ഞാൻ ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ഒരു 1/4 കപ്പ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ടും ചെറിയ തരിയുള്ളതായതുകൊണ്ടും 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊരു 2-3 പ്രാവശ്യമായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് പഞ്ചസാര മുഴുവനായിട്ട് അലിയിച്ചെടുക്കണം. മാത്രമല്ല നമ്മുടെ എഗ്ഗിൻ്റെ ഈ ഒരു മിക്സ്ചർ നല്ല ഒരു ഓഫ് വൈറ്റ് കളറിൽ വരണം. ആ യെല്ലോ കളർ മാറി ഇതുപോലൊരു ക്രീമി ടെക്സ്ചറിലും കളറിലും നമുക്ക് കിട്ടണം. അതിനുശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഓയിൽ കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ഇനി ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട. അതിനുശേഷം നേരത്തെ നമ്മൾ അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള പൊടി കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്ന കാരണം കൊണ്ടാണ് ഇതിന് ഭയങ്കര സ്പീഡ് തോന്നുന്നത്. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. സ്പീഡിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ മിക്സ് ആയി പോവും, പിന്നെ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഈ ഒരു അളവിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ. ഇത് നമുക്ക് ശരിക്കും ഈ ഒരു കേക്ക് വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനിതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗമൊക്കെ ഞാൻ കഴിച്ചു. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പാല് ചെറിയ ചൂടുണ്ടായിരുന്നു, ഓവർ ചൂടല്ല, ചെറിയൊരു ചൂടുള്ള പാലാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനൊരു ബേക്കിംഗ് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തു. കൂടാതെ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് കേക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഈ കേക്കിൻ്റെ ബാറ്റർ ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു. എന്നിട്ട് ഈ ഒരു ബേക്കിംഗ് ട്രേ നമ്മൾ ഒരു 3-4 വട്ടം നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ. അങ്ങനെ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബേക്കായി വരുമ്പോൾ നിറയെ ഹോൾസ് ഉണ്ടാവും, അപ്പോൾ അതൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് തട്ടി കൊടുക്കണം. ഞാനൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു അലുമിനിയത്തിൻ്റെ പാത്രത്തിലേക്ക് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു 45 മിനിറ്റ് വെച്ച് നോക്കി. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കൂടെ വെച്ചു കേട്ടോ. അങ്ങനെ ടോട്ടലായിട്ട് ഒരു 50 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു കേക്ക് വേവാനായിട്ട്. നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ സൈഡ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ, കരിയല്ല, ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ആ ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്തെടുത്തു. ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് ഭംഗി മാത്രമല്ല, ഒരുപാട് മുരിഞ്ഞ ഭാഗം ഈ കേക്കിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. മുരിയാത്ത ഭാഗങ്ങൾ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതുപോലെ ഇത്തിരി മുരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി ഞാൻ ഈ കേക്കിനെ നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ട മിൽക്കിൻ്റെ ഒരു മിക്സ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവാപ്പറേറ്റഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് 1/2 കപ്പാണോ, ഞാൻ മറന്നുപോയി, കറക്റ്റായിട്ട് ഓർക്കണില്ല. അപ്പോൾ എൻ്റെ 2 ബ്രാൻഡിനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ ക്യാനിലുള്ളതാണ് ആദ്യം ഒഴിച്ചത്. എന്നിട്ട് പോരെങ്കിൽ വേറെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എടുക്കേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാൻ വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ള തിക്ക് ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് 3 ഡേയ്സിനുള്ളിൽ നമ്മളത് കൺസ്യൂം ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടയാവും.
അപ്പോൾ ഞാനിത് 2 ദിവസം മുമ്പ് ഓപ്പൺ ചെയ്തതാണ്. ഇനി അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് തിക്ക് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അങ്ങനെ ഈ 3 മിൽക്കുമാണ് ഞാൻ മിക്സ് ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇവാപ്പറേറ്റഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ മിൽക്ക് യൂസ് ചെയ്യാം. ബാക്കി വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും എന്തായാലും ഒഴിക്കണം കേട്ടോ. പക്ഷേ ഇവാപ്പറേറ്റഡ് മിൽക്കിൻ്റെയും നമ്മുടെ നോർമൽ മിൽക്കിൻ്റെയും ടേസ്റ്റ് വളരെയധികം ഡിഫറെൻ്റ് ആണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി മിൽക്കിൻ്റെ കുറവ് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇവാപ്പറേറ്റഡ് മിൽക്കും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പാത്രം മൊത്തത്തിലൊന്ന് കുറച്ചും കൂടി ഇവാപ്പറേറ്റഡ് മിൽക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് അങ്ങനെ ഞാൻ കുറച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിച്ച് നോക്കാം. മധുരത്തിന് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിച്ച് നോക്കി ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഓരോന്നിൻ്റെ അളവ് തീരുമാനിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കേക്കിനെ സോക്കാവുന്ന രീതിയിൽ ഈ ഒരു മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഈ മിൽക്കിൻ്റെ മിക്സ് ഒന്ന് അരിച്ചെടുത്താൽ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ തിക്ക് ക്രീം യൂസ് ചെയ്ത കാരണം കൊണ്ട് അത് നന്നായിട്ട് മിക്സ് ആവാൻ കുറച്ച് പാടുണ്ടായിരുന്നു. ശരിക്കും മിക്സിയിലൊന്ന് അടിക്കായിരുന്നു എന്ന് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ കട്ട കട്ട പോലെ കിടക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഒരു അരഭാഗം ഫുള്ളായിട്ട് ഈ കേക്കിലേക്ക് ഒഴിച്ച് നന്നായിട്ട് സോക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിക്കുക, എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് കുറച്ച് ഒഴിക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഒഴിച്ചത്. ഇനി കേക്ക് താഴത്തോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ടൂത്ത് പിക്ക് യൂസ് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒരു ഹാഫ് ഭാഗം മിൽക്ക് ഒഴിച്ച് സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം ഇതുപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഞാനൊരു 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഈ കേക്കിനെ മുഴുവനായിട്ടും വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവണം കേട്ടോ. പിന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീം നല്ല ടേസ്റ്റുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ശരിക്കും ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് പോലെ തോന്നി. ബല്ലദിനാന്ന് തോന്നുന്നു ബ്രാൻഡ്. അപ്പോൾ ബല്ലദിന് അൽബാദിയോ അങ്ങനെ ഏതൊരു ബ്രാൻഡാട്ടോ, ഞാൻ മറന്നുപോയി. അപ്പോൾ അത് പക്ഷെ പെട്ടെന്ന് അലിയണ പോലെ എനിക്ക് തോന്നി കേട്ടോ. അതോ ഇവിടുത്തെ ചൂടിൻ്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ആ ഒരു ക്രീം ടേസ്റ്റ് അപാര ടേസ്റ്റ് ആണെങ്കിലും ചെറുതായിട്ട് പെട്ടെന്ന് അലിയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ കുറച്ച് പണിപ്പെട്ടു ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് കവർ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം ഒഴിച്ച മിൽക്കിൻ്റെ ചിലപ്പോൾ കുറച്ച് സംഭവങ്ങൾ ഈ ഒരു പ്ലേറ്റിലുണ്ടാവും. അത് നന്നായിട്ട് ടിഷ്യൂ വെച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ. അതിന് ശേഷം മാത്രം ഐസിങ് ചെയ്താൽ മതി. ഞാനിത് താഴെ ക്ലീൻ ചെയ്യാണ്ട് ഐസിങ് ചെയ്തു പോയി. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു മധുരത്തിൻ്റെ കുറവ് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് കൂടെ ഇതിനകത്തിട്ട് ബീറ്റ് ചെയ്തു കേട്ടോ. ഇനി ഞാനിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ കേക്ക് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നത് ബ്ലൂബെറിയും സ്ട്രോബെറിയും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഡെക്കറേഷൻ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കണ നേരത്തായാലും ഈ സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒക്കെ ഈ കേക്കിൻ്റെ കൂടെ നമ്മുടെ ഉള്ളിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. പിന്നെ ഈ ഒരു കേക്ക് ഈ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന വിപ്പിംഗ് ക്രീമിന് വൈറ്റ് ഷെയ്ഡല്ല കേട്ടോ. ഇതുപോലൊരു ഓഫ് വൈറ്റ്, ഒരു ക്രീം പോലത്തെ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ നല്ല പ്യുവർ വൈറ്റ് വിപ്പിംഗ് ക്രീം അല്ലേ കിട്ടാറ്. പക്ഷേ ഇവിടെ ഞാൻ യൂസ് ചെയ്ത ഒരുപാട് ബ്രാൻഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തേക്കണതൊക്കെ ഈ ഒരു ഷെയ്ഡിലുള്ള ക്രീംസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൽ നിന്ന് ഓരോ പീസ് എടുക്കുക, എന്നിട്ട് നമ്മുടെ മിൽക്ക് ബാക്കിയുണ്ടല്ലോ അതൊഴിക്കുക, എന്നിട്ട് മിൽക്കും കേക്കും കൂടി മിക്സ് ചെയ്ത് കൂടെ ഈ സ്ട്രോബെറി കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അപാര ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെ പുകഴ്ത്തി പറയുന്നതല്ല, ഗംഭീര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങുന്നതിനേക്കാൾ ലാഭവും ടേസ്റ്റും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ ബ്ലൂബെറിയും സ്ട്രോബെറിയും അവൈലബിൾ അല്ലെങ്കിൽ സ്ട്രോബെറിക്ക് പകരമായിട്ട് ചെറിയും ബ്ലൂബെറിക്ക് പകരമായിട്ട് നമ്മുടെ മുന്തിരി ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും കഴിക്കുന്ന ആ ഒരു സമയത്ത്. പക്ഷെ എന്നാലും ലുക്ക് ചെറുതായിട്ട് ഇതുപോലെയൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.